ഇന്ന് നമുക്ക് പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. വാഷ് ചെയ്താലൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത മെറ്റീരിയലാട്ടോ. ഈ സമ്മർ സീസണിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് പാറ്റേൺസ്, അതായത് ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് ഡിസൈൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് നമ്മൾ എല്ലാ മാസവും 9 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നറുക്കിട്ട് നമ്മൾ 9 പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് 2.5 മീറ്റേഴ്സ് വെച്ചുണ്ട്. അതുമല്ല പ്യുവർ കോട്ടണുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഷാമ്പൂവിൽ വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് ഇതെല്ലാം. അതിൻ്റെ ബോട്ടത്തിൻ്റെ വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരും ബോട്ടം ഡിസൈൻ. ഇപ്പോൾ ബോട്ടം കൊണ്ടും ടോപ്പ് തയ്ക്കണവർക്ക് അങ്ങനെയും തയ്ക്കാം, കാരണം അതുമുണ്ട് 2.5 മീറ്റർ. ഇതിപ്പോൾ ഞാൻ ഫുൾ വിടർത്തിയിട്ടില്ല, ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ ഷോൾ വരുമ്പോൾ ഇതാണ് അതിൻ്റെ ഷോളിൻ്റെ ഡിസൈൻ വരുന്ന 1250 റേഞ്ചിൽ വന്നിരിക്കുന്ന പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സ്. നമുക്കിത് ഈ സമ്മറിൽ ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിളാട്ടോ. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത ഡിസൈൻ സെയിം കളറിൽ തന്നെ അടുത്ത ഡിസൈൻ. ഇതാണ് ദുപ്പട്ട വരുന്നത്. പാൻറ്റിൻ്റെ ഡിസൈൻ ഈ ദുപ്പട്ടയുടെ അതേ ഡിസൈൻ തന്നെയാട്ടോ പാൻറ്റിൻ്റെ ഡിസൈനും. എല്ലാം പ്യുവർ കോട്ടൺ ആണ്. അടുത്തത് വരുന്നത് സെയിം കളറിൽ തന്നെ അടുത്ത ഡിസൈൻ. ഈ ദുപ്പട്ടയിൽ വരുന്ന അതേ ഡിസൈൻ ആയിരിക്കും പാൻറ്റിലും വന്നിരിക്കുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം 2.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 2 ടോപ്പ് അടിക്കണമെങ്കിൽ 2 ടോപ്പായിട്ടും അടിക്കാം. ഒരു കളറിൽ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നത് അടുത്ത ഡിസൈൻ സെയിം കളർ തന്നെയാണ്. ഇതാണ് ദുപ്പട്ട. പാൻറ്റിൻ്റെ ഡിസൈൻ ഇത് തന്നെയായിരിക്കും. ഇങ്ങനെ ഇത് തന്നെയായിരിക്കും പാൻറ്റിൻ്റെയും ഡിസൈൻ വരുന്നത്. കേട്ടോ, ഇങ്ങനെ വരും പാൻറ്റിൻ്റെ ഡിസൈൻ. അടുത്തത് വരുന്നത് വേറൊരു ഡിസൈൻ. ഇതിനകത്തൊരു ബേജ് ആൻഡ് ഡാർക്ക് ഗ്രീൻ, ഒരു മെറൂൺ, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത്. ഇതിൻ്റെയും ബോട്ടം വരുമ്പോൾ ഇതാണ് ഷോളിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ബോട്ടം. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂയിലേക്ക് വരുന്ന ഒരു കോമ്പിനേഷൻ, ഒരു ബ്ലൂ ബേജ് റെഡ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ല അടിപൊളി സെറ്റ്സാണ്. അപ്പോൾ ഇത് ലൈനിങ് ഇല്ലാതെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈനിങ് വെച്ചാൽ ഇച്ചിരി കൂടെ തിക്നെസ് കിട്ടും. ലൈനിങ് ഇല്ലാതെ തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് ഒരു ബേജ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ. ഇതാണ് ദുപ്പട്ട. 6 ആക്ക് പാറ്റേണിൽ വരുന്ന ദുപ്പട്ട, 6 ആക്ക് പാറ്റേണിൽ തന്നെ വരുന്ന ബോട്ടം. അടുത്തത് വരുന്ന അതിൻ്റെ ഗ്രീൻ, ബേജ് ഗ്രീൻ റെഡ് കോമ്പിനേഷൻ. സെയിം ഡിസൈൻ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ്. അടുത്ത് വരുന്നത് വേറൊരു ഡിസൈനാണ്. ഇതും സെയിം മെറ്റീരിയലും എല്ലാം സെയിം തന്നെ, ഡിസൈൻ മാത്രം ഡിഫറെൻറ്റ്. ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതൊരു ബ്രൗൺ ടോണാണ്. ബ്രൗൺ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ഇങ്ങനെ ഈ ഒരു ഡിസൈൻ. ദുപ്പട്ടയൊക്കെ രണ്ടായിട്ട് മടക്കിയിട്ടാട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്.
അടുത്തത് വരുന്ന അതിൻ്റെ ഒരു മസ്റ്റർഡ് യെല്ലോ, തെളിഞ്ഞ യെല്ലോ അല്ല, മസ്റ്റർഡ് യെല്ലോ ആണ്. ഇതാണ് ദുപ്പട്ട വരുന്നത്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ബ്ലൂ, എല്ലാം പ്യുവർ കോട്ടൺ ആണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീനിഷ് ടോൺ, ഒക്കെ ഒരു റെയർ ആയിട്ടുള്ള ഒരു ടോണാണ് കേട്ടോ, ഗ്രീനിഷ് ടോൺ. എല്ലാത്തിൻ്റെയും ബോട്ടത്തിൻ്റെ ഡിസൈൻ നമ്മുടെ ഷോളിൽ വന്നിരിക്കുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. 1250. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ടൺ, ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്